നമസ്കാരം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FY UGP മൂന്നാം സെമസ്റ്റർ MDC BA വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള MDC കേരള സമൂഹവും സാംസ്കാരിക പാരമ്പര്യവും. ഇതില് കേരളത്തിലെ സാമൂഹ്യ സാംസ്കാരിക വിപ്ലവം നമ്മൾ കുറച്ചു കാലം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. പക്ഷെ അതിന്റെ ബാക്കി ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ ബാക്കിയാണിത്. ഈ വീഡിയോയോടുകൂടി ആ ചാപ്റ്റർ അവസാനിക്കും. അപ്പോൾ അടുത്ത ഹെഡിങ് ഇതാണ്: 3 നവോത്ഥാന ധാരകൾ മേളിക്കുന്നു. 3 നവോത്ഥാന ധാരകൾ ഒന്നാവുകയാണ്. എന്തായാലും പാർട്ട് 1 കണ്ടിട്ട് ഇങ്ങോട്ടേക്ക് വരും കേട്ടോ. നാണുഗുരു, അതായത് നമ്മുടെ ശ്രീനാരായണ ഗുരു ആരംഭിച്ച മതനവീകരണ പ്രസ്ഥാനത്തോടൊപ്പം മറ്റു 2 ധാരകളും ഈ സന്ദർഭത്തിൽ തിരുവിതാംകൂറിൽ ചലനങ്ങൾ സൃഷ്ടിച്ചു തുടങ്ങിയിരുന്നു. അപ്പം ശ്രീനാരായണ ഗുരു ആരംഭിച്ച മതനവീകരണ പ്രസ്ഥാനത്തോടൊപ്പം വേറെ രണ്ട് ധാരകൾ കൂടി, വേറെ 2 സ്ട്രീമുകൾ കൂടി തിരുവിതാംകൂറിൽ ചലനങ്ങൾ സൃഷ്ടിച്ചു തുടങ്ങിയിരുന്നു. 1896 അന്നത്തെ തിരുവിതാംകൂർ ദിവാനായിരുന്ന ശങ്കര സുബ്ബയ്യർക്ക് ഈഴവ മെമ്മോറിയൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മെമ്മോറിയൽ ഡോക്ടർ പൽപ്പു സമർപ്പിച്ചു. ആ മെമ്മോറിയലിൽ നിന്ന് ഏതാനും ഭാഗം ഇവിടെ ഉദ്ധരിക്കുന്നത് അന്നത്തെ സ്ഥിതിഗതികൾ മനസ്സിലാക്കുന്നതിന് സഹായകമായിരിക്കും. അതായത് ഡോക്ടർ പൽപ്പു, നിങ്ങൾ മലയാളി മെമ്മോറിയൽ കേട്ടിട്ടുണ്ടോ? 1891 അതായത് തിരുവിതാംകൂറിലുള്ള ജോലികളിലൊക്കെ, സർക്കാർ ജോലികളിലൊക്കെ തിരുവിതാംകൂറിലുള്ള ആളുകൾക്ക് തന്നെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അല്ലാണ്ട് തമിഴ് ബ്രാഹ്മണർക്കൊക്കെ ആണ് കൂടുതൽ കൊടുത്തിരുന്നത്. അങ്ങനെയല്ല, തിരുവിതാംകൂറുകാർക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ശ്രീമൂലം തിരുനാളിന് മുമ്പിൽ സമർപ്പിച്ച നിവേദനമായിരുന്നു മലയാളി മെമ്മോറിയൽ. പിന്നെ കുറച്ചു കൊല്ലം കഴിഞ്ഞിട്ട് 1896 ഡോക്ടർ പൽപ്പുവിന്റെ നേതൃത്വത്തിൽ ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുന്നത്. മനസ്സിലായോ? അപ്പോ ആ മെമ്മോറിയലിൽ നിന്ന് ഏതാനും ഭാഗം ഇവിടെ ഉദ്ധരിക്കുന്നത് അന്നത്തെ സ്ഥിതിഗതികൾ മനസ്സിലാക്കുന്നതിന് സഹായകമായിരിക്കും. നോക്കാം. ഈ രാജ്യത്ത് വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും ശക്തമായ പ്രചോദനം പബ്ലിക് സർവീസ് ആണ്. അതായത് ഡോക്ടർ പൽപ്പുവിന്റെ നേതൃത്വത്തിൽ സമർപ്പിക്കപ്പെട്ട ഈഴവ മെമ്മോറിയലിലെ ഭാഗമാട്ടോ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആ മെമ്മോറിയൽ എന്തിനാന്നുള്ളത് മനസ്സിലാവും. ഈ രാജ്യത്ത് ഈ വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും ശക്തമായ പ്രചോദനം പബ്ലിക് സർവീസ് ആണ്. എന്ന് വെച്ചാൽ പിന്നെ ഉദ്യോഗങ്ങൾ, അതാ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ PSCന്റെ ഫുൾ ഫോം എന്താ? പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നാണല്ലോ അല്ലെ? അപ്പം പബ്ലിക് സർവീസ്, അതായത് ഉദ്യോഗങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അത് തിരുവിതാംകൂറിൽ തീയന്മാർക്ക് പാടെ നിഷേധിച്ചിരിക്കുകയാണ്. വിദ്യാഭ്യാസമുള്ള ഏതെങ്കിലും ഒരു തീയന് അയാളുടെ വിദ്യാഭ്യാസ യോഗ്യത എന്തു തന്നെ ആയാലും ശരി പ്രോത്സാഹനം നൽകുന്ന ഒരു നിലപാട് ഗവൺമെന്റ് ഇന്ന് വരെ സ്വീകരിച്ചിട്ടുമില്ല. ഓഫീസ് പ്യൂണ്, പോലീസ് കോൺസ്റ്റബിള്, ആശുപത്രിയിലോ ജയിലിലെയോ വാർഡർമാർ തുടങ്ങിയ താണ ജോലികൾ പോലും ആവശ്യമായതിൽ കൂടുതൽ യോഗ്യതയുണ്ടായാലും ജാതിയുടെ കാരണത്താൽ തീയന്മാർക്ക് നൽകാതെയാണ് ഇരിക്കുന്നത്. ക്രിസ്തു മതത്തിലേക്കോ മുഹമ്മദീയ മതത്തിലേക്കോ, മീൻസ് ഇസ്ലാം മതം, പരിവർത്തനം ചെയ്യാത്ത പക്ഷം, മാറാത്ത പക്ഷം, അല്ലെങ്കിൽ ക്രിസ്ത്യാനിയുടെയോ മുഹമ്മദീയന്റെയോ പേര് സ്വീകരിക്കുകയെങ്കിലും ചെയ്യാത്ത പക്ഷം എന്ത് യോഗ്യതയുണ്ടായാലും ഈ വക ജോലികൾ ഒന്നും സ്വന്തം രാജ്യത്ത് തീയന്മാർക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ഡോക്ടർ പൽപ്പുവിന്റെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച ഈഴവ മെമ്മോറിയലിലുള്ള ഒരു ഭാഗമാണ്. അതിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതായത് തീയന്മാർക്ക് തിരുവിതാംകൂറിൽ ജോലി കിട്ടുന്നില്ല. മനസ്സിലായോ? അതുകൊണ്ട് കൊടുക്കുന്ന എന്താണ് നിവേദനമാണിതെന്ന് മനസ്സിലായല്ലോ. എത്ര ക്വാളിഫിക്കേഷൻ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാലും ജാതി പറഞ്ഞിട്ട് അവർക്ക് ജോലി നിഷേധിക്കുകയാണ്. ജില്ലാ സ്കൂളുകളിൽ എങ്കിലും തീയന്മാർക്ക് പ്രവേശനം അനുവദിക്കണമെന്നും മതം മാറിയാൽ കിട്ടുന്ന ഉദ്യോഗ പ്രവേശം, അത് നമ്മൾ സെക്കൻഡ് സെമസ്റ്ററിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് തീയരായതുകൊണ്ട് താഴ്ന്ന ജാതി എന്ന് പറഞ്ഞിട്ട് ഇവരെ എന്ത് ചെയ്യാണ്? മാറ്റി നിർത്തുകയാണ്. പക്ഷെ ഇവർ ക്രിസ്ത്യാനിറ്റിയിലേക്കൊക്കെ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജാതി പ്രശ്നമില്ലല്ലോ, അപ്പൊ അവർക്ക് അംഗീകാരം കിട്ടും. പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ജില്ലാ സ്കൂളുകളിലെങ്കിലും തീയന്മാർക്ക് പ്രവേശനം അനുവദിക്കണമെന്നും മതം മാറിയാൽ കിട്ടുന്ന ഉദ്യോഗ പ്രവേശം മതം മാറാതെ തന്നെ ലഭ്യമാക്കണം എന്നതുമായിരുന്നു ഡോക്ടർ പൽപ്പുവിന്റെ അഭ്യർത്ഥന. ഈ അഭ്യർത്ഥന നിർഭാഗ്യവശാൽ ബധിരകർണങ്ങളിലാണ് ചെന്ന് പതിച്ചത്. ബധിരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെവി കേൾക്കാത്ത ബധിരകർണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എവിടെയാണോ കൊണ്ടുപോയി സമർപ്പിച്ചത് അവർ മൈൻഡ് ചെയ്തില്ല എന്നാ പറയുന്നത്. അപ്പം നമ്മൾ പറയുന്നത് 3 നവോത്ഥാന ധാരകൾ മേളിക്കുന്നു എന്നാണ്. നാരായണഗുരുവിന്റെ കാര്യം പറയുമ്പം സൈഡിൽ കൂടി നമ്മളിപ്പം ഡോക്ടർ പൽപ്പുവിന്റെ കാര്യവും പറഞ്ഞു. ഇനി മറ്റൊരു പ്രസ്ഥാനം ആചാര പരിഷ്കാരത്തിന് വേണ്ടിയുള്ളതായിരുന്നു. അതുവരെ ഉണ്ടായിരുന്ന ആചാരങ്ങൾ, ഇന്ന് തന്നെ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആചാരങ്ങളുണ്ട്. അപ്പൊ അന്നത്തെ കാലത്തുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഈ ആചാരങ്ങൾ പരിഷ്കരിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു ധാര വന്നു എന്നുള്ളതാണ്, മറ്റൊരു പ്രസ്ഥാനം വന്നു എന്നുള്ളതാണ്. കെട്ടുകല്യാണം, തിരണ്ടുകുളി, പുളികുടി, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ? തുടങ്ങിയ ആചാരങ്ങൾ ദുർവ്യയ ഹേതുകവും സമുദായത്തിന്റെ സാമ്പത്തിക ശേഷിയെ കാർന്നു തിന്നുന്നതുമായിരുന്നു. ഈ ആചാരങ്ങൾ നടക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു സമുദായത്തിന്റെ ഒരുപാട് പൈസ പോകും, പൈസ പൊടിച്ചിട്ടുള്ള പരിപാടിയാണ്. ഈ വക ആചാരങ്ങൾ തിരസ്കരിക്കുന്നതിന് വേണ്ടിയുള്ളതായിരുന്നു ഈ പ്രസ്ഥാനം. അപ്പൊ നാരായണ ഗുരുവിന്റെ പ്രസ്താവന ഒരു വഴിക്ക് വരുന്നു. ഡോക്ടർ പൽപ്പുവിന്റെ നേതൃത്വത്തിൽ തീയന്മാരെയും ജോലിയിൽ പരിഗണിക്കണം എന്നുള്ള ഒരു ആവശ്യം വരുന്നു. ഇവിടെ ആണെങ്കിൽ ആചാര പരിഷ്കാരത്തിന് വേണ്ടിയുള്ള സമരം ഒരു വഴിക്ക് വരുന്നു, പ്രസ്ഥാനം ഒരു വഴിക്ക് വരുന്നു. ദെൻ
ഈ പ്രസ്ഥാനത്രയത്തെ, ത്രയം മൂന്നടങ്ങുന്ന കൂട്ടത്തിനെയാണ് ത്രയം എന്ന് പറയാം. ഈ പ്രസ്ഥാനത്രയത്തെ സമ്മേളിപ്പിച്ച് സുസംഘടിതമായ ഒരു പ്രസ്ഥാനമായി രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് 1903 SNDP യോഗം രൂപീകൃതമായത്. നമ്മുടെ SNDP, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അല്ലെ, അതായത് ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ വന്നേ. അപ്പം ഇപ്പറഞ്ഞ 3 സൈഡിൽ കൂടി വന്ന പ്രസ്ഥാനം കണ്ടില്ലേ, ഇതിനെയൊക്കെ ഒരു സംഘടിതമായ പ്രസ്ഥാനമായി രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് 1903 SNDP യോഗം രൂപീകൃതമായത്. വലിയൊരു ചലനം സമുദായത്തിൽ സ്പഷ്ടീകരിക്കുന്നതിന് SNDPക്ക് കഴിഞ്ഞു. ശ്രീനാരായണ ഗുരു അതിന്റെ പ്രസിഡന്റും കവി കുമാരനാശാൻ സെക്രട്ടറിയുമായിരുന്നു. ഈഴവരുടെ വിദ്യാഭ്യാസ രാഷ്ട്രീയ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും ആചാരങ്ങൾ പരിഷ്കരിക്കുന്നതിനും വ്യവസായശീലം വളർത്തുന്നതിനും, നോക്കൂ, ഈഴവർക്ക് വിദ്യാഭ്യാസം ഉണ്ടാക്കി കൊടുക്കുക, അതുപോലെ തന്നെ ആചാരങ്ങൾ പരിഷ്കരിക്കുക, വ്യവസായശീലം വളർത്തുക. ഈ വ്യവസായമൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാലല്ലോ നമുക്കൊരു കോൺഫിഡൻസ് വരെ ജീവിക്കാൻ. യെസ്, SNDP യോഗവും ഇതൊക്കെ നടത്താൻ വേണ്ടി SNDP യോഗവും ശ്രീനാരായണ ഗുരുവും നൽകിയ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ്. ഈഴവർക്കിടയിൽ ഉണ്ടായ പ്രബുദ്ധത മറ്റു യാതൊരു ജനവിഭാഗത്തിന്റെ ചരിത്രത്തിലും ഇത്രയും ചുരുങ്ങിയ കാലയളവിൽ സംഭവിച്ചിട്ടില്ലെന്നത് ചരിത്ര വിദ്യാർത്ഥികളെ വിസ്മയിപ്പിക്കുന്ന ഒരു പ്രതിഭാസമാണ്. ഓക്കെ, അത്രയും പെട്ടെന്ന് അവർക്ക് മാറ്റം വന്നു എന്നുള്ളതാണ്. ഇനി അടുത്ത ഹെഡിങ് ആണ് മറ്റു സമുദായങ്ങളും ഉണരുന്നു. സമൂഹത്തിൽ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ ആ മാറ്റത്തിന്റെ ആ ഒരു തണൽ പിടിച്ചുകൊണ്ട് തന്നെ മറ്റുള്ളവരും മാറുമല്ലോ. അപ്പൊ മറ്റു സമുദായങ്ങളും ഉണരുന്നു. SNDP യോഗത്തിന്റെയും ശ്രീനാരായണ ഗുരുവിന്റെയും പ്രവർത്തനങ്ങൾ മറ്റു സമുദായങ്ങളെ കൂടി ഉണർത്തുവാൻ പര്യാപ്തമായി തീർന്നു. അങ്ങനെയാണല്ലോ, ഒരു ടീം ആദ്യം ഒരു തുടക്കമിട്ട് വന്നു കഴിഞ്ഞാൽ അത് കണ്ടിട്ട് ബാക്കിയുള്ളവർ പകർത്തും. 1907 അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ പുലയരുടെ സാധുജന പരിപാലന യോഗവും, ഇതൊക്കെ നവോത്ഥാനം പറയുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. പുലയരുടെ സാധുജന പരിപാലന യോഗം. 1909 നമ്പൂതിരിമാരുടെ യോഗക്ഷേമ സഭ, അതൊക്കെ നമ്മൾ അപ്പുറം പറഞ്ഞിട്ടുണ്ട്. 1914 നായർ സമുദായ ഭൃത്യജന സംഘം. ഈ നായർ സമുദായ ഭൃത്യജന സംഘമാണ് പിന്നീട് നായർ സർവീസ് സൊസൈറ്റി അഥവാ NSS ആയി മാറിയത്. തെറ്റിദ്ധരിക്കരുത് കേട്ടോ. നിങ്ങളുടെ കോളേജിലുള്ള NSS ഏതാണ്? നാഷണൽ സർവീസ് സ്കീം. ഇവിടെ പറയുന്ന NSS ഏതാണ്? നായർ സർവീസ് സൊസൈറ്റി. ഈ നായർ സർവീസ് സൊസൈറ്റി മന്നത്ത് പത്മനാഭന്റെ ഒക്കെ നേതൃത്വത്തിലായിരുന്നു. 1912 കൊച്ചിയിലെ പുലയരുടെ സംഘടനയും 1912-14 കാലയളവിൽ അരയന്മാരുടെയും ബാലന്മാരുടെയും പല സംഘടനകളും രൂപീകൃതമായി. അപ്പൊ ആദ്യം SNDP ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ വന്നപ്പോഴത്തേക്ക് മറ്റു സമുദായക്കാരും മോട്ടിവേറ്റഡ് ആയിട്ട് ഇതുപോലെ കൊണ്ടുവരികയാണ്. കൊച്ചിയിൽ പുലയരുടെ ആദ്യ സമ്മേളനം നടന്നത് സംഘടനകളുടെ ചരിത്രത്തിൽ ഒരു വീര ഇതിഹാസമാണ്. പുലയരുടെ ആദ്യ സമ്മേളനം വരെ നടന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ കാലത്ത് പുലയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സമ്മേളിക്കാൻ പോയിട്ട് അവർക്ക് പബ്ലിക്കിൽ ഇറങ്ങി നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പൊ അവര് മുന്നോട്ടേക്ക് വരുന്നത് കണ്ടു. അവരുടെ സമ്മേളനം വരെ നടന്നു. എറണാകുളം പട്ടണത്തിൽ എങ്ങും പുലയർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. അതിനാൽ കൊച്ചി കായലിൽ വള്ളങ്ങൾ ചേർത്ത് വെച്ചൊരു പ്ലാറ്റ്ഫോം നിർമ്മിച്ച് അവിടെയാണ് അവരുടെ സമ്മേളനം നടത്തപ്പെട്ടത്. പ്രശസ്ത പണ്ഡിതനും മനുഷ്യസ്നേഹിയുമായിരുന്ന KP കറുപ്പന്റെ ഉപദേശപ്രകാരമായിരുന്നു സാഹസികമായ നിലയിൽ സമ്മേളനം ഇങ്ങനെ സംവിധാനം ചെയ്തത്. ഈ ഉദ്യമം പുരോഗമനവാദികളായ സവർണരുടെ പോലും പിന്തുണ ആർജിക്കുവാൻ സഹായകമായി. എല്ലാ സമുദായങ്ങളിലും ദുഷിച്ച ആചാരങ്ങൾ ദൂരീകരിക്കുവാനും ദുഷിച്ച ആചാരങ്ങളെ ഇല്ലാണ്ടാക്കാനും സാമുദായിക സമത്വബോധം വളർത്തുവാനും ഈ സാമൂഹ്യ പരിഷ്കരണ സംഘടനകൾ കുറച്ചൊന്നുമല്ല സഹായിച്ചത്. കെട്ടുകല്യാണം, തിരണ്ടുകൂളി, പുളികുടി തുടങ്ങിയ ആചാരങ്ങൾ എല്ലാ സമുദായങ്ങളിൽ നിന്നും തിരോഭൂതമായി, മീൻസ് ഇല്ലാണ്ടായി. ഈ പറയുന്ന ആചാരങ്ങളൊന്നും ഇന്ന് നമുക്ക് എവിടെയും കേൾക്കാനില്ല. ഇവരുടെയൊക്കെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അതൊക്കെ ഇല്ലാതായി. പിന്നോക്ക സമുദായങ്ങൾക്കിടയിൽ വിദ്യാഭ്യാസത്തിനുള്ള ആസക്തി വർദ്ധിച്ചു വന്നു. പിന്നോക്ക സമുദായക്കാർ ആദ്യം പണിയെടുക്കാൻ വേണ്ടി മാത്രം ജനിച്ചു എന്ന് വിചാരിച്ചിരുന്ന ഒരു ടീമായിരുന്നു. കാരണം അവർ അങ്ങനെ അടിച്ചമർത്തി കളഞ്ഞത് കൊണ്ട് തന്നെ അവർ അങ്ങനെയായിരുന്നു വിചാരിച്ചത്. എന്നാൽ അവർക്ക് ഈ പ്രസ്ഥാനങ്ങളുടെ ഒക്കെ പ്രവർത്തന ഫലമായിട്ട് വിദ്യാഭ്യാസത്തിനോട് ആർത്തി വന്നു, പഠിക്കാൻ തുടങ്ങി. നായർ സമുദായം മരുമക്കത്തായത്തിൽ നിന്നും മക്കത്തായത്തിലേക്ക് മാറി. ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള മുൻകൈ എടുത്തുകൊണ്ട് 1923 പാസാക്കിയ നായർ ആക്ട് ഇക്കാര്യത്തിൽ ഒരു യുഗപരിവർത്തനത്തിനിടയാക്കി. വലിയ മാറ്റാ വന്നെ. നമ്പൂതിരി യുവാക്കൾ അതുവരെയും മ്ലേച്ഛ ഭാഷയായി കരുതി ഒഴിച്ചു നിർത്തിയിരുന്ന ഇംഗ്ലീഷ് ഭാഷ അഭ്യസിക്കുവാൻ തുടങ്ങി. അന്ന് നമ്പൂതിരിമാര് പിന്നെ ഇംഗ്ലീഷ് ഒന്നും പഠിക്കാൻ അനുവദിക്കില്ലായിരുന്നു, അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കില്ലായിരുന്നു. കാരണം എന്താ? ഇംഗ്ലീഷിനെ മ്ലേച്ഛ ഭാഷ എന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്പൂതിരി യുവാക്കൾ അതുവരെയും മ്ലേച്ഛ ഭാഷയായി കരുതി ഒഴിച്ചു നിർത്തിയിരുന്ന ഇംഗ്ലീഷ് ഭാഷ അഭ്യസിക്കുവാൻ തുടങ്ങി, പഠിക്കാൻ തുടങ്ങി. അവരുടെ ഇടയിൽ വളർന്നു വന്ന ഉണ്ണി നമ്പൂതിരി പ്രസ്ഥാനം നായർ സ്ത്രീകളുമായുള്ള സംബന്ധത്തെ നിരുത്സാഹപ്പെടുത്തി. ഈ സംബന്ധം, ഉണ്ണി നമ്പൂതിരി പ്രസ്ഥാനം, ഇതൊക്കെ നമ്മൾ നവോത്ഥാനം എടുക്കുമ്പോൾ പറഞ്ഞതല്ലേ? യെസ്. അപ്പം കേരളത്തിൽ ബ്രാഹ്മണ മേധാവിത്വം ആരംഭിച്ച കാലം മുതൽ യഥേഷ്ടം, ഇഷ്ടം പോലെ നടന്നു വന്നിരുന്ന നിരുത്തരവാദപരമായ ഒരു വിവാഹ സമ്പ്രദായമായിരുന്നു അത്, ഈ പറഞ്ഞ സംബന്ധം.
നമ്പൂതിരിമാർക്കിടയിൽ വിധവാ വിവാഹവും അംഗീകരിക്കപ്പെട്ടു. അതൊന്നും പറ്റില്ലായിരുന്നല്ലോ. ഇതൊക്കെ ഞാൻ വേഗത്തിൽ പോകുന്നത് നമ്മൾ നവോത്ഥാനം പഠിപ്പിക്കുമ്പോൾ ഇതൊക്കെ പഠിപ്പിച്ചത് കൊണ്ടാട്ടോ. എല്ലാ സമുദായ സംഘടനകളും ജാതി വ്യവസ്ഥയ്ക്കെതിരായ ചിന്താഗതിയെ പോഷിപ്പിക്കുകയും ചെയ്തിരുന്നു. എല്ലാ സമുദായ സംഘടനകളും ജാതി വ്യവസ്ഥയ്ക്കെതിരായ ചിന്താഗതിയെ, ജാതിക്കെതിരെയുള്ള ചിന്തയെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അതിനാൽ എല്ലാ സമുദായങ്ങളിലെയും ഉൽപ്പതിഷ്ണുക്കളായ യുവാക്കൾ ജാതി വ്യവസ്ഥയുടെ ദുഷ്ടഫലങ്ങളായ ഐത്തത്തിനും തീണ്ടലിനും എതിരായി ചിന്തിക്കാൻ തുടങ്ങി. എന്നാൽ യാഥാസ്ഥിതികരിൽ നിന്ന്, യാഥാസ്ഥിതികർ ഞാൻ പല ക്ലാസ്സിലും പറഞ്ഞു, യഥാസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നവർ, നിന്നെടുത്ത് തന്നെ നിൽക്കുന്നവർ, പുരോഗതി ആഗ്രഹിക്കാത്തവർ എന്നർത്ഥം. അപ്പൊ യാഥാസ്ഥിതികരിൽ നിന്ന് ശക്തമായ എതിർപ്പുകൾ നേരിടേണ്ടി വന്നു. ഇത് കാരണം പിന്നോക്ക സമുദായങ്ങളുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും ഐത്ത വിരോധ പ്രവർത്തനങ്ങളും പല സംഘടനകൾക്കും ഇടയാക്കി. അതായത് പുരോഗതി ആഗ്രഹിക്കുന്നവർ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് യാഥാസ്ഥിതികർ എന്ത് ചെയ്യും? പെടങ്കോലിടാൻ വരും. അങ്ങനെ അടിയാവും. മധ്യ തിരുവിതാംകൂറിൽ ഗൗരവവഹമായ നായരീയവ സംഘടനകൾ നടന്നു. നായർ ഈയവർ തമ്മിൽ സംഘടനകൾ നടന്നു. പിന്നെയോ പരവൂർ കേശവനാശാൻ നടത്തിയിരുന്ന സുജനാനന്ദിനി പത്രവും പ്രസ്സും ചുട്ടുകരിക്കപ്പെട്ടു. മണിയംകുളം പാലം കടക്കുന്ന കാര്യത്തിലുണ്ടായ സംഘട്ടനവും മറ്റും സി കേശവൻ അദ്ദേഹത്തിന്റെ ജീവിത സമരത്തിൽ, അദ്ദേഹത്തിന്റെ കൃതിയാട്ടോ, വിവരിച്ചിട്ടുണ്ട്. ദക്ഷിണ തിരുവിതാംകൂറിൽ ഊരൂട്ടമ്പലം എന്ന സ്ഥലത്ത് പുലയരുടെ വിദ്യാലയ പ്രവേശനത്തെ ജാതി കോമരങ്ങൾ എതിർത്തതിനെ തുടർന്ന്, അതായത് ഊരൂട്ടമ്പലത്ത് പുലയര് സ്കൂളിൽ കയറാൻ നോക്കുമ്പോഴത്തേക്ക് ജാതി കോമരങ്ങൾ എതിർത്തതിനെ തുടർന്ന് സംഘർഷാവസ്ഥ ഉളവായി. കൊച്ചിയിൽ ഇരിങ്ങാലക്കുടയ്ക്ക് സമീപം താണിശ്ശേരി എന്ന സ്ഥലത്ത് മരണാനന്തരം പുല ആചരിക്കുന്ന കാര്യത്തിൽ ഈഴവർ വരുത്തിയ പരിഷ്കാരത്തെ തുടർന്ന് ഒരു സവർണാവരണ സംഘടനം, സവർണരും അവർണരും തമ്മിൽ ഒരു അടി നടന്നു. അങ്ങനെ പുരോഗമനവാദികളിൽ നിന്നുള്ള പിന്തുണയും യാഥാസ്ഥിതികരുടെ എതിർപ്പും നേരിട്ടുകൊണ്ട് പഴയ മാനസിക അന്ധകാരത്തിൽ നിന്ന് കേരള സമൂഹം അതിവേഗത്തിൽ മുന്നോട്ട് നീങ്ങി. അപ്പം ഏതൊരു മാറ്റം വരുത്തുമ്പോഴും അങ്ങനെയാണല്ലോ, സപ്പോർട്ട് ചെയ്യാനും ആളുണ്ടാവും, എതിർക്കാനും ആളുണ്ടാവും. അപ്പൊ എതിർക്കുന്നവരെ ശക്തമായി അങ്ങോട്ട് എതിർത്ത് സപ്പോർട്ട് ചെയ്യുന്നവരുടെ സപ്പോർട്ട് വാങ്ങി എന്ത് ചെയ്തു? നല്ലൊരു മാറ്റം കൊണ്ടുവന്നു. ഇനി നമുക്ക് പറയാനുള്ളത് സഹോദര പ്രസ്ഥാനത്തെ കുറിച്ചാണ്. ഇത് നമ്മൾ മറ്റൊരു അധ്യായത്തിൽ പഠിച്ചിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഈ ലേഖനത്തിൽ എന്താ പറയുന്നത് നോക്കാം. സഹോദര പ്രസ്ഥാനം, ഈ പ്രക്രിയയെ ത്വരിതപ്പെടുത്തിയ വലിയൊരു പ്രസ്ഥാനമാണ് സഹോദര പ്രസ്ഥാനം. ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായ കെ അയ്യപ്പൻ ആരംഭിച്ചു വെച്ച പ്രസ്ഥാനമാണത്. 1917 അദ്ദേഹം സ്വന്തം ജന്മസ്ഥലമായ ചെറായിയിൽ വെച്ച് ഈഴവരും പുലയരുമായ ഏതാനും യുവാക്കൾ ചേർന്ന് ഒരു മിശ്രഭോജനം ഏർപ്പെടുത്തി. ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക. ഇത് നമ്മൾ പന്തിഭോജനം കഥയിൽ ലാസ്റ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സംരംഭത്തിൽ യാഥാസ്ഥിതികരായ ഈഴവർ കുപിതരായി. ചെറായിയിലെ ഈഴവരുടെ സംഘടനയായ വിജ്ഞാന വർദ്ധിനി സഭ തന്നെ സഹോദരൻ അയ്യപ്പനെ സമുദായ ഭ്രഷ്ടനാക്കി ബഹിഷ്കരണം ആരംഭിച്ചു. അങ്ങനെ പുറത്താക്കി. മിശ്രഭോജനം നടത്തിയതിന്, ഒന്നിച്ചിരുന്ന് പുലയരുടെ കൂടെയൊക്കെ ഭക്ഷണം കഴിച്ചതിന്. സഹോദരൻ അയ്യപ്പന്റെ മേൽ ചാണകം തളിക്കുക, ഉറുമ്പിൻ കൂട് കൊടയ തുടങ്ങിയ ദുഷ്ടകൃത്യങ്ങൾ നടത്തുവാൻ പോലും യാഥാസ്ഥിതികർ മടിച്ചില്ല. പക്ഷേ സഹോദര പ്രസ്ഥാനത്തിന് ദിനംപ്രതി പിന്തുണ വർദ്ധിച്ചു വരികയാണ് ഉണ്ടായത്. 1920 ചേർന്ന സഹോദര പ്രസ്ഥാനത്തിന്റെ വാർഷിക യോഗത്തിൽ വായിക്കാൻ ശ്രീനാരായണ ഗുരു തന്നെ ഒരു സന്ദേശം നൽകി. മനുഷ്യരുടെ വേഷം, എന്താ ശ്രീനാരായണ ഗുരു നൽകിയ സന്ദേശം എന്നറിയാമോ? മനുഷ്യരുടെ വേഷം, ഭാഷ, മതം എന്നിവ എങ്ങനെയിരുന്നാലും അവരുടെ ജാതി ഒന്നാകയാൽ, ഏത് ജാതി? മനുഷ്യജാതി. യെസ്, ജാതി ഒന്നാകയാൽ പരസ്പര വിവാഹവും പന്തിഭോജനവും ഒന്ന് ചേർന്ന് ഭക്ഷണം കഴിക്കലും നടത്തുവാൻ വിരോധമില്ലാത്തതാകുന്നു എന്നായിരുന്നു സന്ദേശം. ശ്രീനാരായണ ഗുരുവിന്റെ ഈ സന്ദേശം സഹോദര പ്രസ്ഥാനത്തെ വിജയശ്രീ ലാളിതമാക്കി. 1927 വിജ്ഞാന വർദ്ധിനി സഭക്കാർ തന്നെ സഹോദരനെ നേതാവായി അംഗീകരിച്ച് അതിഗംഭീരമായ ഒരു സ്വീകരണം നൽകി. ജാതി രാക്ഷസ ദഹനം എന്ന് വെച്ചാൽ ജാതി രാക്ഷസന്റെ ഒരു കോല ഉണ്ടാക്കുക, എന്നിട്ട് കത്തിക്കുക. ജാതി രാക്ഷസ ദഹനം, മിശ്രഭോജനം, ഒന്നിച്ച് കഴിക്കുക തുടങ്ങിയ സഹോദര പ്രസ്ഥാനത്തിന്റെ പരിപാടികൾക്ക് സാർവത്രികമായ അംഗീകാരം ലഭിച്ചു. ഇനി പറയാനുള്ളത് വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ചാണ്. വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ച് പറയുമ്പോൾ, ജാതിക്കെതിരായ പ്രസ്ഥാനം ഇത്രയും മുന്നേറിക്കഴിഞ്ഞപ്പോൾ നിരോധിക്കപ്പെട്ട നിരത്തുകളിൽ പ്രവേശനം ലഭിക്കുന്നതിനും കഴിയുമെങ്കിൽ ക്ഷേത്ര പ്രവേശനം തന്നെ നേടിയെടുക്കുന്നതിനും ഐത്ത ജാതിക്കാർ ആഗ്രഹിച്ചു. കാരണം അടിമകളായി ജീവിച്ചതിൽ നിന്ന് ഒരുപാട് മാറ്റം വരുത്താൻ പറ്റിയല്ലോ. അപ്പം പല റോഡുകളിലും ഇവർക്ക് നടന്നുകൂടാ. അപ്പൊ അവിടെ എൻട്രി കിട്ടാനും പറ്റുമെങ്കിൽ അമ്പലത്തിൽ തന്നെ കയറാനും അവർ ആഗ്രഹിച്ചു. ജനങ്ങളുടെ ഈ വികാരത്തിന് സംഘടിതവും സംയമനപൂർവവുമായ രൂപം കൊടുത്തതാണ് വൈക്കം സത്യാഗ്രഹം. കോൺഗ്രസുകാരനും സമുദായ സ്നേഹിയുമായിരുന്ന ദേശാഭിമാനി TK മാധവനാണ് ഈ സത്യാഗ്രഹ പ്രസ്ഥാനത്തിന് പശ്ചാത്തലം ഒരുക്കിയത്. ഏതിന്? വൈക്കം സത്യാഗ്രഹത്തിന്. മഹാത്മാഗാന്ധിയുടെ ആശിസ്സോടെ
കോൺഗ്രസ് സംഘടനയുടെ നേതൃത്വത്തിൽ വൈക്കം ക്ഷേത്ര നടയിലേക്ക് പോകുന്ന നിരത്തിൽ അയിത്തജാതിക്കാർക്ക് പ്രവേശനം സിദ്ധിക്കുന്നതിന് വേണ്ടി, എൻട്രി കിട്ടാൻ വേണ്ടി 1924 മാർച്ച് 30 സത്യഗ്രഹം ആരംഭിച്ചു. സവർണരും അവർണരും അടങ്ങിയ സത്യഗ്രഹ സംഘം നിയമം ലംഘിച്ച് നിരത്തിൽ പ്രവേശിക്കുക എന്നതായിരുന്നു പരിപാടി. അതിലൂടെ നടന്നുകൂടാന്നാ പറയുന്നത് താഴ്ന്ന ജാതിക്കാർക്ക്. എന്നാൽ നിയമം ലംഘിച്ചിട്ട് എന്ത് ചെയ്യുക? എൻട്രി ചെയ്യുക. ക്രൂരമായ മർദ്ദനങ്ങൾക്ക് സത്യഗ്രഹികൾ വിധേയരായി. നൂറുകണക്കിന് വളണ്ടിയർമാർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അഖിലേന്ത്യാ വ്യാപകമായ ഓൾ ഇന്ത്യ വ്യാപകമായ ശ്രദ്ധ ആകർഷിക്കുവാൻ ഈ സത്യഗ്രഹ സമരത്തിന് കഴിഞ്ഞു. ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും സത്യഗ്രഹ ക്യാമ്പ് സന്ദർശിക്കുകയും സത്യഗ്രഹത്തെ ആശീർവദിക്കുകയും ചെയ്തു. 20 മാസത്തോളം നീണ്ടുനിന്ന ഈ സത്യഗ്രഹം അതിന്റെ താൽക്കാലിക ലക്ഷ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പരാജയമായിരുന്നെങ്കിലും സ്വാതന്ത്ര്യലബ്ധിക്ക് ഒരു ദശാബ്ദത്തിന് മുമ്പ് തന്നെ തിരുവിതാംകൂർ ഗവൺമെന്റിന്റെ വകയായ ക്ഷേത്രങ്ങൾ അവർണർക്ക് തുറന്നു കൊടുത്തത് കൊണ്ടുള്ള വിളംബരത്തിന് പശ്ചാത്തലമൊരുക്കിയത് ഈ സത്യഗ്രഹവും ശ്രീനാരായണ പ്രസ്ഥാനത്തിന്റെ പൊതുവായ ഇമ്പാക്റ്റും ആയിരുന്നു എന്ന കാര്യം വിസ്മരിക്ക വയ്യ. കാരണം 1936 ആകുമ്പോഴത്തേക്ക് ഇവിടെ തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരമൊക്കെ വന്ന് എല്ലാവരും ക്ഷേത്രത്തിൽ കയറിക്കോ എന്നുള്ളതൊക്കെ വന്നില്ലേ. അപ്പം അതൊക്കെ ശരിക്കും ഈ ഒരു സമരത്തിന്റെ ഒക്കെ ഇമ്പാക്റ്റ് ആണ് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഇനി നമുക്ക് പറയാനുള്ളത് ലാസ്റ്റ് ഹെഡിങ് ആണ്, സാമൂഹ്യ സാംസ്കാരിക വിപ്ലവം പൂർത്തീകരിക്കാൻ. അപ്പോ സാമൂഹ്യ സാംസ്കാരിക വിപ്ലവം പൂർത്തീകരിക്കാൻ ക്ഷേത്രപ്രവേശന വിളംബരത്തോടുകൂടി, ഞാൻ പറഞ്ഞു 1936 എല്ലാവരും ക്ഷേത്രത്തിലേക്ക് കയറിക്കോളൂ എന്നുള്ള വിളംബരം വരുന്നത്. കേരളത്തിലെ സാമൂഹ്യ സാംസ്കാരിക വിപ്ലവത്തിന്റെ ഒരു ഘട്ടം കഴിഞ്ഞെന്ന് പറയാം. കാരണം പൊതുനിരത്തിൽ പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്ന് ക്ഷേത്രത്തിൽ വരെ കയറാം എന്നുള്ള ഒരു അവസ്ഥ കിട്ടിയല്ലോ. പിന്നീട് പുതിയ മേഖലകളിലൂടെയുള്ള സംരംഭമാണ് ആവശ്യമായിരുന്നത്. അതായത് അങ്ങനെ ഒരു വികസനം വന്ന സ്ഥിതിക്ക് ഇനി പുതിയ രീതിയിലുള്ള മാറ്റം നമുക്ക് വരണം. രാഷ്ട്രീയ സ്വാതന്ത്ര്യവും സാമ്പത്തിക പരിവർത്തനവും സാമൂഹ്യ സാംസ്കാരിക വിപ്ലവത്തിന്റെ പരിസമാപ്തിക്ക് ആവശ്യമായിരുന്നു. അതായത് സമൂഹത്തിനും സാംസ്കാരികമായും സാമൂഹ്യമായും നമ്മൾ മാറി എന്ന് പറയണമെങ്കിൽ നമുക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യം എല്ലാവർക്കും വരണം, സാമ്പത്തികമായിട്ട് മുന്നേറണം ഒക്കെ വേണം. 20-ാം നൂറ്റാണ്ടിന്റെ ഒന്നാം പാദത്തിൽ ഏറ്റവും ശക്തി ആർജിച്ച പ്രസ്ഥാനം സാമൂഹിക പരിഷ്കരണമായിരുന്നുവെങ്കിൽ 2-ാം പാദത്തിൽ രാഷ്ട്രീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനമാണ് മുന്നോട്ട് വന്നത്. മനസ്സിലായോ? 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ എങ്ങനത്തെ പ്രസ്ഥാനമാണ് ഇവിടെ കൂടുതൽ ഉണ്ടായിരുന്നത്? സാമൂഹിക പരിഷ്കരണം. കാരണം ഇവിടെ സൊസൈറ്റിയിൽ അത്രയും പ്രശ്നം ഉണ്ടായിരുന്നു, ആളുകളെ മാറ്റി നിർത്തലുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് മാറണം. എന്നാൽ 2-ാം പാദത്തിലേക്ക് വരുമ്പോൾ ഈ പ്രശ്നം തീർന്നപ്പോഴത്തേക്ക് പിന്നെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രസ്ഥാനമാണ് മുന്നോട്ട് വന്നത്. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് നമ്മൾ ഇന്നത്തെ അവസ്ഥയിൽ എത്തിയിരിക്കുന്നത്. ബ്രിട്ടീഷ് ഭരണവും നാട്ടുരാജാക്കന്മാരുടെ ഭരണവും അവസാനിപ്പിക്കുവാൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് കഴിഞ്ഞു. 3-ാം പാദമായപ്പോൾ സാമ്പത്തിക സ്വാതന്ത്ര്യ പ്രസ്ഥാനം ശക്തിപ്പെട്ടു. അതെ, ആദ്യം സാമൂഹികമായിട്ട് എല്ലാവരും ഒന്നിച്ചെത്തണം, അതിനുശേഷം രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് പോകണം, പിന്നെ സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോകണ്ടേ, അപ്പോഴല്ലേ നമ്മുടെ വളർച്ച പൂർണ്ണമാവുന്നുള്ളൂ. ജന്മി സമ്പ്രദായം അവസാനിപ്പിച്ച് കൃഷിഭൂമി കൃഷിക്കാർക്ക് വിതരണം ചെയ്യുക എന്ന ലക്ഷ്യം 70-കളിൽ സഫലമായി. ഭൂപരിഷ്കരണ നിയമമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇത് ഫ്യൂഡൽ സംസ്കാരത്തിനേറ്റ ഏറ്റവും വലിയ ആഘാതമായിരുന്നു. പഴയ നാടുവാഴി പ്രഭുക്കളും ജന്മിമാരും ഇന്ന് കേരളത്തിന്റെ വിധി നിർണ്ണയിക്കുന്നതിൽ ആരുമല്ലാതായി തീർന്നിരിക്കുന്നു. ശരിയല്ലേ? നമുക്ക് ജന്മിമാരൊന്നും അറിയ പോലുമില്ല. എന്നാൽ പുതിയൊരു സ്വത്തുടമ വർഗം, മുതലാളി വർഗം കേരളത്തിന്റെ വിധികർത്താക്കളായി മാറിയിരിക്കുകയാണ്. നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെയും ഭരണ സംവിധാനത്തിന്റെയും അന്തിമമായ ശബ്ദം ഇന്ന് അവരുടേതാണ്. ഒരു മുതലാളിത്ത സംസ്കാരവും ഇവിടെ വളർന്നു വന്നിരിക്കുന്നു. സ്വാർത്ഥ തൽപരതയും ലാഭേച്ഛയും മാണ് ഈ സംസ്കാരത്തിന്റെ കാതൽ. ശ്രീനാരായണ ഗുരു പ്രോദ്ഘാടനം ചെയ്ത സാമൂഹ്യ നവീകരണ പ്രസ്ഥാനത്തിന്റെ കാലത്ത് ശുദ്ധജലവാഹിയായ ഒരു സംസ്കാര സ്രോതസ് ഇവിടെ പ്രവഹിച്ചിരുന്നു. മനസ്സിലായോ? ശ്രീനാരായണ ഗുരു ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് എന്താ പറയാ, നല്ലൊരു സംസ്കാര സ്രോതസ് ഇവിടെ ഉണ്ടായിരുന്നു. മഹാകവി കുമാരനാശാനിൽ നിന്ന് ആരംഭിച്ച് മഹാകവിത്രയമാകുന്ന ത്രിവേണി സംഗമത്തിൽ, അത് കവിത്രയം എന്ന് പറഞ്ഞാൽ അറിയില്ലേ, 3 കവികൾ അടങ്ങുന്ന കൂട്ടം. ആധുനിക കവിത്രയം എന്ന് പറയുമ്പം ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. അപ്പം മഹാകവി കുമാരനാശാനിൽ നിന്ന് ആരംഭിച്ച് മഹാകവിത്രയമാകുന്ന ത്രിവേണി സംഗമത്തിൽ അത് പവിത്രതയുടെ പാരമ്യം നേടി. മലയാള ഭാഷയും സാഹിത്യവും കേരളീയമായ അഭിനയ കലകളും പുതിയൊരു ചൈതന്യവും ഊർജ്ജസ്വലതയും ആർജിച്ചു. എന്നാൽ പുതിയ മുതലാളിത്ത സംസ്കാരം നമ്മുടെ സാഹിത്യത്തെയും കലയെയും അനാരോഗ്യകരമായ വിധത്തിൽ സ്വാധീനിച്ചിരിക്കുന്നു. ദുർഗന്ധ മലീമസമായ പലതും സംസ്കാരത്തിന്റെ പേരിൽ ഇന്ന് പ്രചരിക്കുകയാണ്. അങ്ങനെ പുതിയ കാലത്തെ പ്രശ്നങ്ങളിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടേതായ തനതായ കലകളും കാര്യങ്ങളും സാഹിത്യമൊക്കെ പലപ്പോഴും ഔട്ട്ഡേറ്റഡ് ആയിപ്പോയി എന്നുള്ളൊരു ചിന്ത വന്നുപോയതിനെ കുറിച്ച് പറയാണ്. എന്നാൽ നമ്മുടെ സാമൂഹ്യ സാംസ്കാരിക വിപ്ലവത്തിന്റെ ഗതി തടയപ്പെട്ടിട്ടില്ല. അത് തൽക്കാലത്തേക്ക് വഴിമുട്ടി നിൽക്കുകയാണെന്ന് മാത്രം. സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക രംഗങ്ങളിൽ ഒട്ടേറെ മാറ്റങ്ങൾ വരുത്തിവെച്ച 3 ധാരകളും സമ്മേളിച്ചുകൊണ്ട് ഒരു മഹാപ്രവാഹമായി മാറിയാൽ മാത്രമേ നമ്മുടെ സാമൂഹ്യ സാംസ്കാരിക വിപ്ലവം പൂർത്തിയാവുകയുള്ളൂ. ജനജീവിതത്തിൽ മൗലികമായ മാറ്റം വരുത്തുന്നതിന് ആഗ്രഹിച്ച മനുഷ്യസ്നേഹികളായ 3 മഹാന്മാരിൽ നിന്നാണ് നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക പരിവർത്തന പ്രസ്ഥാനങ്ങൾ പ്രചോദനം ഉൾക്കൊണ്ടത്. ആരൊക്കെയാ? ശ്രീനാരായണ ഗുരു, മഹാത്മാഗാന്ധി, കാൾ മാർക്സ്.
ശ്രീനാരായണ ഗുരു ജ്വലിപ്പിച്ച മാനവീയതയും ഹ്യൂമാനിറ്റിയെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. മഹാത്മാഗാന്ധി പ്രകാശിപ്പിച്ച ദേശീയതയും നാഷണാലിറ്റി, കാറൽ മാക്സിന് മാർഗം നിർദ്ദേശിച്ച സാമ്പത്തിക നീതിയും വിവേകപൂർവ്വം സമ്മേളിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഇന്ന് കേരളത്തിന്റെ ആവശ്യം. ഇതൊക്കെ വന്നു കഴിഞ്ഞാലാണ്, ഒന്നായി കഴിഞ്ഞു കഴിഞ്ഞാലാണ് നമ്മുടെ ആവശ്യം നിറവേറും എന്നുള്ളതാണ്. ആ സരണിയിലൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ കേരളത്തിലെ സാമൂഹ്യ സാംസ്കാരിക വിപ്ലവം പൂർത്തീകരിക്കപ്പെടും. പുതിയൊരു സംസ്കാരത്തിന്റെയും സാഹിത്യത്തിന്റെയും സുമധുര ഫലങ്ങളാൽ കേരളം അനുഗ്രഹിക്കപ്പെടും. കേരളത്തിലെ ബുദ്ധിജീവികൾ ധീരവും നൂതനവുമായ ഒരു നേതൃത്വം ഇവിടുത്തെ ജനങ്ങൾക്ക് നൽകേണ്ടതുണ്ട്. ശ്രീനാരായണന്റെ വിശ്വമാനവ പ്രസ്ഥാനത്തിന്റെയും മഹാത്മാഗാന്ധിയുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെയും കാൾമാർക്സിന്റെ വിപ്ലവ പ്രസ്ഥാനത്തിന്റെയും ഉത്കൃഷ്ട സന്ദേശങ്ങളെ ഇന്ത്യയുടെ സാഹചര്യങ്ങളിൽ എങ്ങനെ സമഞ്ജസമായി സമ്മേളിപ്പിക്കാം എന്ന് ചിന്തിക്കണം. ഇന്ത്യയിലെ സാഹചര്യത്തിൽ ഇതൊക്കെ നാരായണ ഗുരുവിന്റെയും ഗാന്ധിജിയുടെയും കാൾമാർക്സിന്റെയും ഒക്കെ സിദ്ധാന്തങ്ങൾ എങ്ങനെ ലയിപ്പിക്കാം എന്ന് ചിന്തിക്കണം. ഇന്ന് നിൽക്കുന്നതിൽ നിന്ന് വളരെ ഉയർന്ന വിധാനത്തിൽ മാത്രമേ ഈ സംസ്കാര സ്രോതസ്സുകൾ സംഗമിക്കുകയുള്ളൂ. അതായത് ഇന്നത്തെ നമ്മുടെ അവസ്ഥയിൽ ഇതൊന്നും വന്നിട്ട് ലയിക്കുമെന്ന് തോന്നുന്നില്ല. ഇന്നത്തിനേക്കാളും നമ്മൾ മെച്ചപ്പെട്ടാൽ മാത്രമേ ഈ ചിന്തകളെല്ലാം, ഈ സ്രോതസ്സുകളെല്ലാം, സംസ്കാര സ്രോതസ്സുകളെല്ലാം ഒന്നാവുകയുള്ളൂ. പരിഹാരം കാണാൻ കഴിയാത്ത യാതൊരു പ്രശ്നവും ചരിത്രം മുന്നോട്ട് വെക്കുന്നില്ല എന്ന മാർക്സിന്റെ വചനത്തിൽ വിശ്വസിക്കാമെങ്കിൽ ഈ പുതിയ വിധാനത്തിലേക്ക് ഉയരുവാൻ ഭാവി കേരളത്തിന് കഴിയുമെന്ന് ന്യായമായും പ്രതീക്ഷിക്കാം. നമ്മൾ ഒരുപാട് ഇനിയും ഉയരാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലേഖനം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. രണ്ട് ഭാഗവും കേൾക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടട്ടെ. വീണ്ടും കാണാം. താങ്ക് യു.